നമസ്കാരം. അനന്തപുരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മലയാള മാസം 1 ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പഴയകാല നമ്മുടെ പൂർവികർക്കെല്ലാവർക്കും ഈ കർക്കിടക മാസം പ്രത്യേകം ഓർമ്മയിലിരിക്കുന്നൊരു മാസമാണ്. അതിനൊരുപാട് പ്രത്യേകതകൾ അല്ലേ, ഒന്നിലധികം പ്രത്യേകതകളുള്ള ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. കൊല്ലവർഷത്തിലെ 12ാമത്തെ മാസവും പഞ്ഞമാസം എന്നും അറിയപ്പെടുന്ന ഒരു മാസവുമാണ് കർക്കിടക മാസം. അതിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു പേരാണ്. മറ്റൊരു പേരല്ല, ശരിക്കും പ്രത്യേകതയുണ്ട്. രാമായണ മാസം എന്ന് അറിയപ്പെടും. ഈ രാമായണ മാസം, ഈ കർക്കിടക മാസത്തിൽ ഉള്ള അമ്പലങ്ങളിലൊക്കെ രാമായണം ഒക്കെ കേൾക്കാവുന്ന ഒരു മാസമാണ് അല്ലേ. രാമായണ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഓണത്തിന് അധികം താമസമില്ല എന്നുള്ളതാണ് അല്ലേ. അതേറൊരു അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കടക മാസം അല്ലേ. കർക്കടക മാസം എന്നാണ് കേട്ടോ. ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ കർക്കിടകം എന്നാണ് പറയാറുള്ളത്, എഴുതി കാണാറുള്ളത്. അത് തെറ്റായ ഉച്ചാരണമാണ്. ശരിക്കും കർക്കടക മാസം എന്നാണ്, കർക്കടകം എന്നാണ് ആ മാസത്തിനെ നമ്മൾ പറയാറുള്ളത്, വിളിക്കാറുള്ളത്. അങ്ങനെയാണ് വിളിക്കേണ്ടത്. കർക്കിടകം എന്നാണ് തെറ്റായ ഒരു വാക്കാണ്. കർക്കടക മാസം എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട ഒരു പേര് കേട്ടോ. ആ മാസത്തിൻ്റെ പേര് അങ്ങനെയാണ്. പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ മഴ പെയ്യുന്നതിനാൽ കള്ളക്കർക്കിടകം എന്നും ഒരു വിളിപ്പേരുണ്ട് കേട്ടോ. ഈ മാസത്തിന് കള്ളക്കർക്കിടകം എന്നൊരു വിളിപ്പേരും കൂടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാസങ്ങളിൽ ഈ രോഗങ്ങൾ കൂടുതലായിട്ട് നമുക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ ഈ രോഗങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, കർഷകർ, നമ്മുടെ സാധാരണ ഈ നമ്മുടെ എന്താ പറയുക, കൂലിപ്പണിക്കാർക്ക്, സാധാരണ കർഷകർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു മാസമാണ്. കാരണം ഭയങ്കര ദാരിദ്ര്യമാസം, പഞ്ഞമാസം എന്നൊക്കെയാണ് പറയാറ്. കാരണം നമുക്ക് സാധാരണക്കാർ എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ഓർമ്മയിൽ വരെ കാശ് ഇടപാട് പോലും ആരും നടത്താറില്ല, നല്ല ശുഭകാര്യങ്ങൾ ആരും ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു മാസമാണ്. കാരണം അവിടെ ഒരു ദാരിദ്ര്യം പിടിച്ച മാസമാണ് കർക്കിടക മാസം. നമ്മൾ ഈ മഴയും മറ്റു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് രോഗങ്ങളൊക്കെ ബാധിച്ച് നമുക്ക് ജോലിക്കൊന്നും സമയത്തിന് പോകാൻ പറ്റാതെയും കർഷകർക്ക് ഈ മഴ കാരണം കൃഷി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇത്തിരി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. അതിന് പഞ്ഞമാസവും കൂടെ എന്നാണ്, അങ്ങനെ അതുകൊണ്ടാണ് പഞ്ഞമാസം എന്നും കൂടെ പറയാറുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദ ചികിത്സ തേടുന്ന നാട്ടുവൈദ്യൻ അല്ലേ, നാട്ടുവൈദ്യന്മാരെ കാണുകയും നമ്മുടെ ആയുർവേദ ചികിത്സ തേടുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ആയുർവേദ ചികിത്സ ഫലപ്രദമായി നമുക്ക് ആ സമയത്ത് നമ്മൾ ആയുർവേദ നാട്ടുവൈദ്യം ഉപയോഗിച്ചാൽ നമുക്ക് വേണ്ടത്ര ഫലം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം അതുകൊണ്ട് ഈ സമയങ്ങളിൽ മിക്കവരുള്ള ആൾക്കാരും, നമ്മളെ മലയാളികളെ മിക്കവരുള്ളവരും ചെയ്യുന്നത് ആയുർവേദം ആ സമയങ്ങളിൽ അവരൊരു മാസം ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്ത്, അല്ലാതെ കൂലിപ്പണിക്കാർ ജോലി ഇല്ലാത്ത ജോലി കാണില്ലല്ലോ, അവരൊക്കെ ഈ ആയുർവേദം അവർ കഴിക്കുന്ന ഒരു മാസമാണ് നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത്. കർക്കടകം എന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. കർക്കടക മാസം എന്നാണ്, കർക്കിടകം എന്നല്ല. ആ മാസത്തിൽ ആയുർവേദത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസം കൂടിയാണ് നമ്മുടെ കർക്കിടക മാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അറിഞ്ഞൂടാത്തവർക്ക്, അറിയാവുന്നുള്ളവരും ഒക്കെ ഒരു ഓർമ്മയിലിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് പലർക്കും കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകൾ അറിയില്ല. ഇത് പൂർണ്ണതയൊന്നും ആയിട്ടില്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. എന്തായിരുന്നാലും കർക്കിടക മാസത്തിലെ ഒരു ശുഭദിനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.